നമസ്കാരം. ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. ഊർജ്ജസ്വലതയുടെയും കരുത്തിന്റെയും പോരാട്ടത്തിന്റെയും ആത്മചൈതന്യം ഉൾക്കൊള്ളുന്ന സ്ഥാനാർത്ഥിയാണ് വസീഫ് എന്നും മലപ്പുറത്ത് വലിയ വിജയം നേടാൻ വസീഫിന് കഴിയുമെന്നും രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. കോൺഗ്രസ് എസ് ജില്ലാ നേതൃസംഗമത്തിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും LDF സ്ഥാനാർത്ഥി B വസീഫിനും നൽകിയ സ്വീകരണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഞാൻ ഈ രംഗത്ത് കടന്നു വന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ 1971 26 വയസ്സുകാരനാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ രംഗത. അവിടുന്ന് ആരംഭിച്ച് വീണ്ടും അവിടുന്ന് MPA MLA ആയി മന്ത്രിയായി കേൾക്കലാണ്. ഇപ്പോൾ മൂന്നാമത്തെ തവണയാണ് മന്ത്രിയാവുന്നത്. ആദ്യം VS അച്യുതാനന്ദൻ, പിന്നീട് പിണറായി സഖാവ്, അതുപോലെ വീണ്ടും ഇതെല്ലാം അത്ര പറയുമ്പോൾ സഖാവ് ചൂണ്ടിക്കാണിച്ചതുപോലെ അതൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിൻ്റെ ഒരു ആത്മബോധവും കരുത്തും ശക്തിയും ചരിത്രത്തിൻ്റെ ദൗത്യത്തിൻ്റെ വിളംബരമാണ്. എന്നെ നിർത്തിയപ്പോൾ ഇങ്ങനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ആ കാലഘട്ടങ്ങളിലെ ഒരു വലിയ മുന്നത്തിൻ്റെ ഭാഗമായി ആ ചരിത്രം നിർവഹിക്കപ്പെടുകയാണ്. അപ്പോൾ പുതിയ തലമുറയോടുള്ള ഒരു ആഭിമുഖ്യമുണ്ടൊരു കാലഘട്ടങ്ങളിൽ ഇത് ഊർജ്ജസ്വലതയുടെ കരുത്തിൻ്റെ പോരാട്ടത്തിൻ്റെ എല്ലാ നിലയിലുമുള്ള ആത്മചൈതന്യം ഉൾക്കൊള്ളുന്ന ഒരു കരുത്തനായ യുവജന പ്രസ്ഥാന നേതാവാണ്. തീർച്ചയായും കാസർഗോഡ് 71 ഉണ്ടായതുപോലെ തന്നെയുള്ളൊരു അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഒരു പുതിയ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്ന നിലക്ക് വസീഫിന് തീർച്ചയായും ഈ മലപ്പുറത്തിൻ്റെ മണ്ണിൽ ഒരു ചരിത്ര വിജയം കുറിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. കടന്നപ്പള്ളി രാമചന്ദ്രൻ ചെറിയ പ്രായത്തിൽ നേടിയ അട്ടിമറി വിജയം പോലെ മലപ്പുറം മണ്ഡലവും മറ്റൊരു അട്ടിമറി വിജയത്തിന് കാത്തിരിക്കുകയാണെന്ന് LDF സ്ഥാനാർത്ഥി V വസീഫും പ്രതികരിച്ചു. ചെറിയ പ്രായത്തിൽ തന്നെ അട്ടിമറി വിജയം നേടി കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിത്വമായി മാറിയ സാറാണ്. അദ്ദേഹത്തോടൊപ്പമുള്ള അനുഭവം സത്യത്തിൽ വളരെ സന്തോഷം നൽകുന്നതാണ്, ആവേശം നൽകുന്നതാണ്. ഈ മണ്ഡലവും അതുപോലെ ഒരു മാറ്റത്തിന്, ഒരു വലിയ അട്ടിമറിക്ക് കാതോർത്ത് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ള അനുഭവം, ഈ പ്രവർത്തനത്തിൽ കിട്ടുന്ന അനുഭവം. തീർച്ചയായിട്ടും ഈ നാട് എന്നെ സ്വീകരിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. അതിലൊരു രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം മറ്റൊന്നുമല്ല. കേന്ദ്രത്തിൽ BJP ആണ്. BJPക്കെതിരെ, സംഘപരിവാരത്തിനെതിരെ പരിമിതിയില്ലാതെ പോരാട്ടം നടത്തുന്ന ഒരു പ്രസ്ഥാനം ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തിന് കരുത്തു പകരണം എന്ന് തന്നെയാണ് ഈ നാട് ആഗ്രഹിക്കുന്നത്. ആ നാടിൻ്റെ നേതൃത്വമായി, ജനപ്രതിനിധിയായി, അവരുടെ കൂടെയുള്ള ഒരാൾ എന്നുള്ള നിലക്ക്, അവരുടെ ഒരു കുഞ്ഞനുജനായി, അവരുടെ സഹോദരനായി എന്നെ സ്വീകരിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അതിന് കടന്നപ്പള്ളി സാറിനെ പോലെയുള്ളവരുടെ സ്നേഹവും കരുതലും കൂടുതൽ കരുത്തു പകരും എന്ന് തന്നെയാണ് പറയാനുള്ളത്. അങ്ങാടിപ്പുറത്ത് കോൺഗ്രസ് എസിന്റെ നേതൃസംഗമത്തിലാണ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും V വസീഫിനും സ്വീകരണമൊരുക്കിയിരുന്നത്. മുൻ MLA V ശശികുമാർ, CPIM പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി E രാജേഷ്, ഭക്ഷ്യ കമ്മീഷൻ അംഗം V രമേശൻ, നാസർ പുൽപ്പറ്റ, K രാധാമോഹൻ, പ്രകാശ് കുണ്ടൂർ, AP സുകുമാരൻ, ശശി മാസ്റ്റർ, കാസിം ബാബ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ സംബന്ധിച്ചു. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.